നമസ്കാരം. 5 രാശികളിലായി ജനിച്ചിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ്. അതും ഒരു ചുരുങ്ങിയ ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ളൊരു ഭാഗ്യമല്ല, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭാഗ്യമെന്ന് തന്നെ പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അത്രയേറെ അനുകൂലകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. മേടം, കർക്കടകം, വൃശ്ചികം, ധനു, കുംഭം എന്നീ 5 രാശികളിലായി ജനിച്ചിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർക്കാണ് ജീവിത ഭാഗ്യം വന്നു ചേരാൻ സമയം ആയിരിക്കുന്നത്. അതും നിസ്സാര ഭാഗ്യമല്ല, ഈ മാസം മുതൽ 2026 വരെ നീണ്ടു നിൽക്കുന്ന മഹാഭാഗ്യം. ഇതിവരുടെ ജന്മരാശിയിൽ കേതുവിൻ്റെ സ്വാധീനം അനുകൂലമായി ഭാഗ്യമായി വരുന്നത് കൊണ്ട് മാത്രമാണ്. വേദജ്യോതിഷപ്രകാരം കേതുവിനെ നിഴൽ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. കേതു സാധാരണ ഗ്രഹങ്ങളെപ്പോലെയല്ല. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ പാപഗ്രഹത്തിൻ്റെ ശക്തമായ സ്ഥാനം ആ വ്യക്തിക്ക് മാനസിക സമാധാനവും സമൃദ്ധിയും സമ്മാനിക്കും. കേതുവിന് ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ 18 മാസമാണ് വേണ്ടത്. കഴിഞ്ഞ മാസം കേതു ചിങ്ങൻ രാശിയിൽ പ്രവേശിച്ചിരുന്നു. ഇനി 2026 വരെ ഇവിടെ തന്നെ തുടരും. ഇത് 5 രാശികളിലായി ജനിച്ച കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും നേട്ടകാലം സൃഷ്ടിക്കും. ഈ സമയം ചില നക്ഷത്രക്കാർക്ക് വലിയ അനുഗ്രഹമായിരിക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇതുവഴി ഇവർക്ക് സാമ്പത്തിക നേട്ടത്തിനും പുരോഗതിക്കും ശക്തമായ സാധ്യതയാണ് കാണുന്നത്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഇവർക്ക് ലഭിക്കും. നേരത്തെ പറഞ്ഞതുപോലെ രാഹുവും കേതുവുമൊക്കെ മറ്റ് ഗ്രഹങ്ങളെപ്പോലെയല്ല. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വേറിട്ട് നിൽക്കുന്നതാണ്. കാരണം ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹം നിങ്ങളെ സ്വപ്ന തുല്യമായ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് ശേഷിയുള്ളതാണ്. അങ്ങനെ ഒരു ഭാഗ്യമാണ് 5 രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരെ തേടി വന്നിരിക്കുന്നത്. ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ വിളയാട്ടമായിരിക്കും. ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോവുകയാണ്. അപ്പോൾ ആ 5 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ്, നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ തൊഴിൽ മേഖലയിൽ വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇതുവരെയും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലായാലും അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടായാലും അതൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അതുപോലെ പുതിയൊരു ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. കുടുംബത്തിൽ ശത്രുദോഷത്താലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവർ അനുഭവിച്ചിരുന്നു. അതൊക്കെ വിട്ടുമാറുകയും കുടുംബ അംഗങ്ങളുമൊത്ത് സന്തോഷമായി മുന്നോട്ട് പോകാനും സാധിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിനും ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. ചില നേട്ടങ്ങൾ, അതും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭാഗ്യങ്ങൾ വന്നുചേരും. സാമ്പത്തിക നിക്ഷേപം നടത്തിയിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ലാഭം തിരിച്ചു കിട്ടും. നല്ലൊരു വിവാഹ ഭാഗ്യം നിങ്ങളിൽ കാണുന്നു. എന്തുകൊണ്ടും നേട്ടമാണ്, ഭാഗ്യമാണ്. ജീവിതം ഇനി ഉയർച്ചയിലേക്ക് വന്നു ചേരാൻ പോകുന്നു. മേടൻ രാശിയിൽ ജനിച്ചവർക്ക് കേതുവിൻ്റെ അനുകൂലമായിട്ടുള്ള ഭാവം നിങ്ങളുടെ ജന്മരാശിയിൽ വളരെയേറെ നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന രീതിയിൽ, ഇപ്പോഴത്തെ പ്രയാസങ്ങൾ മാറ്റുന്ന രീതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ പെരുമഴയാണ് എന്ന് തന്നെ പറയാം. അടുത്തത് കർക്കടകം രാശിയാണ്. പുണർദം, പൂയം, ആയില്യം. കർക്കടകൻ രാശിക്കാരെ സംബന്ധിച്ച് കേതുവിൻ്റെ അനുകൂലമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജന്മരാശിയിൽ വന്നു ചേർന്നതോടുകൂടി വലിയ ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും. നിങ്ങൾക്ക് തൊഴിൽപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പോകുന്ന സമയമാണ്. ഒന്നിനു പുറകെ ഒന്നായി ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ ഇനി ബാധിക്കില്ല എന്ന് തന്നെ പറയാം. കൂടാതെ ഒരു വർഷക്കാലത്തോളം സന്തോഷകരമായ പല നല്ല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും. യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടതായി വരും. അതൊക്കെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ചവിട്ടുപടികളായി മാറുകയും ചെയ്യും. അധികാരവും സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടിയെത്തും. ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ അസ്തമിക്കാൻ പോകുന്ന സമയം. ജീവിതത്തിൽ എത്രത്തോളം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുവോ അതിനൊക്കെ 10 മടങ്ങ് സന്തോഷം വന്നു ചേരും. അത്രയധികം അതിശയിപ്പിക്കുന്ന ഭാഗ്യ അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് വൃശ്ചികൻ രാശി. വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം.
അതുപോലെ തൊഴിൽ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. സ്വത്ത് വാങ്ങുന്നതിനും അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നതിനോ വീട് പുതുക്കി പണിയുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അവിവാഹിതർക്ക് വിവാഹ യോഗം പറയപ്പെടുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം, അതായത് ഇപ്പോഴെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദമ്പതികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി നല്ലൊരു ജീവിതം, അതായത് നല്ലൊരു കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആരോഗ്യം മെച്ചപ്പെടും. മാതാപിതാക്കൾക്ക് അഭിമാനകരമാകുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. വൃശ്ചികൻ രാശിയിൽ ജനിച്ചവർക്ക് കേതുവിൻ്റെ അപഹാരം മൂലം, അതായത് കേതുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂലമായി വരുന്നതോടെ വലിയ രീതിയിലുള്ള നേട്ടം ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഗ്രഹമായി കൂടെ കാണുമെന്ന് തന്നെ പറയാം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതു വെളിച്ചം വരാൻ പോവുകയാണ്. രക്ഷപ്പെടും. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാകും. ഇപ്പോഴത്തെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വൃശ്ചികൻ രാശിക്കാരെ വിട്ടൊഴിയും. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ കേതുവിൻ്റെ വലിയ രീതിയിലുള്ളൊരു സ്വാധീനം വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് ഒരു വർഷക്കാലത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അതായത് ഇപ്പോൾ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും തൊഴിൽ ലഭിക്കാതെ ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു സർക്കാർ നിയമനത്തിനായി കാത്തിരുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിൽ ലഭിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിൽ ലഭിക്കുകയും അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പുതിയൊരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്നതിനും സാധിക്കും. വർഷമധ്യം, അതായത് ഈ വർഷത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം, ഒരു ജൂലൈ ഓഗസ്റ്റിന് ശേഷം ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. ആ തടസ്സങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ക്ഷമയോടെ വേണം ഓരോ സമയവും വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന്. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. ക്ഷമയോടുകൂടി ആ എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്ത് അപകടത്തിൽ പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. ആ സാമ്പത്തിക നേട്ടം വന്നു ചേർന്ന് കഴിഞ്ഞാൽ ആ കിട്ടിയ സാമ്പത്തികമായിട്ടുള്ള തുക വിനിയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നേട്ടം വന്നു ചേരുമ്പോൾ ആ സാമ്പത്തിക തുക നമുക്ക് വീണ്ടും ഇരട്ടിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അധിക ചിലവുകളിലൂടെയും അല്ലെങ്കിൽ എന്തെങ്കിലും ദൂർത്തൊക്കെ ചെയ്യുന്നതിലൂടെയും ആ പൈസ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷാവസാനം സ്വത്ത് സംബന്ധമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സമാധാനവും സന്തോഷകരവുമായിട്ടുള്ളൊരു വിവാഹ ജീവിതം നിങ്ങൾക്ക് യോഗം കാണുന്നു. പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ ജീവിത പങ്കാളിയാക്കാനുള്ളൊരു ഭാഗ്യവും ഈ ഒരു ഭാഗ്യ സമയത്തിൻ്റെ ഒരു പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഭാഗ്യ അനുകൂലമായിട്ടുള്ളൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഭാഗ്യം ഉദിച്ചിരിക്കുകയാണ്. അടുത്തത് കുംഭൻ രാശിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ 3 നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിയിൽ പുരോഗതിയും അംഗീകാരവും നിങ്ങളെ തേടി വരും. വിദേശ ജോലിക്കായി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ പ്രോസസ്സിങ്ങും അനുകൂലമാവുന്ന രീതിയിൽ മാറുകയും അതുപോലെ എത്രയും പെട്ടെന്ന് വിദേശ രാജ്യത്ത് പോകുന്നതിനും അവിടെ ജോലി ചെയ്ത് ഇപ്പോഴത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കാനുള്ളൊരു ഭാഗ്യം കാണുന്നു. ഇവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും. ഇപ്പോൾ ഈ കാലയളവിൽ കടങ്ങളൊക്കെ വീട്ടാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നികത്തുന്നതിനുള്ള രീതിയിലുള്ള സാമ്പത്തികം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. വർഷാവസാനം പുതിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണകരമാവുകയും ചെയ്യും. വിവാഹ വിഷയങ്ങളിൽ തീർപ്പുണ്ടാകും. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളോ വിവാഹത്തിൽ നേരിട്ടിരുന്നെങ്കിൽ ആ ഒരു വിവാഹം നടക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ 2 കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിട്ടിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരിക്കും. നല്ലൊരു കുടുംബ ജീവിതത്തിനുള്ളൊരു ഭാഗ്യം കാണുന്നു. പ്രണയബന്ധങ്ങൾ ശക്തമാകും. അതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മാനസിക സന്തോഷം വർദ്ധിക്കും. കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമായി ജീവിക്കാൻ സാധിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടൊഴിയും. നല്ലൊരു ജീവിതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളത് തീർച്ചയാണ്.